CPI മുണ്ടക്കയം മണ്ഡലം സമ്മേളനം കാനം രാജേന്ദ്രൻ നഗറിൽ നടന്നു. ജൂൺ 7, 8 തീയതികളിൽ കാനം രാജേന്ദ്രൻ നഗറിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. ശനിയാഴ്ച രാവിലെ 9:30 ആരംഭിച്ച പ്രതിനിധി സമ്മേളനത്തിൽ ചെത്തുതൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി KC കുമാരൻ പതാക ഉയർത്തി. സംഘടനാ സമിതി ജനറൽ സെക്രട്ടറി T. പ്രസാദ് സ്വാഗതം ആശംസിച്ചു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുധീർ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിമർശനവും സ്വയംവിമർശനവും നടത്തി നവീകരിച്ച സുസജ്ജമായ ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത് അടുത്ത 3 വർഷക്കാലത്തേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് പാർട്ടിയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ സമ്മേളനങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റു പാർട്ടികളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ള വ്യത്യാസവും അതുതന്നെയാണ്. എല്ലാ പാർട്ടികളും ജനാധിപത്യ പാർട്ടികളാണ് എന്നാണ് നമ്മുടെ നാട്ടിൽ അവകാശപ്പെടുന്നത്. പക്ഷേ ആ പാർട്ടികൾക്കകത്തേക്കുള്ള ജനാധിപത്യപരമായ അവരുടെ ഉള്ളടക്കവും സംഘടനാ രീതിയും എന്താണ് എന്ന് ഈ അടുത്ത കാലങ്ങളിൽ പോലും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് BJP. അവരും ജനാധിപത്യത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഇക്കഴിഞ്ഞ മാസമാണ് തിരഞ്ഞെടുത്തത്. ഇന്നുവരെ കേരളത്തിലെ BJPയുടെ ഒരു ബൂത്ത് കമ്മിറ്റി യോഗത്തിൽ പോലും പങ്കെടുത്തിട്ടില്ലാത്ത, സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു പരിപാടിയിൽ പോലും നാളിതുവരെയായി ജീവിതത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത ഒരാളെ ആ പാർട്ടിയുടെ സംസ്ഥാനത്ത് നയിക്കുന്നതിന് വേണ്ടി ഒരു സുപ്രഭാതത്തിൽ നോമിനേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ, ഇന്ത്യയിലെ എക്കാലത്തെയും വലിയ ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങളെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റിയ സംസ്ഥാന അധ്യക്ഷനെയും ഉപാധ്യക്ഷന്മാരെയും തിരഞ്ഞെടുത്ത രീതി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. എന്തെല്ലാം വാദപ്രതിവാദങ്ങളും ജനാധിപത്യത്തിൻ്റെ ഒരു തരിമ്പ് പോലും ഒരു സന്ദർഭത്തിലും പ്രകടിപ്പിക്കാത്ത തീർത്തും ജനാധിപത്യ വിരുദ്ധമായ നോമിനേഷനുകളാണ് കോൺഗ്രസ് പോലെയുള്ള സംഘടനയിലും എല്ലാ കാലത്തും നടക്കുന്നത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ് ചെയർമാനുമായ അഡ്വക്കേറ്റ് R. രാജേന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു, CPI സംസ്ഥാന കൗൺസിൽ അംഗവും കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ OPS സലാം തുടങ്ങിയവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ഷുഫേഷ് സുധാകരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ജോൺ V. ജോസഫ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K. അജിത് XMLA തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ഞായറാഴ്ച രാവിലെ 10:30 പുഷ്പാർച്ചനയോടെ 2ാം ദിന സമ്മേളനത്തിന് തുടക്കമാകും. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.